യൂറോപ്പിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹര രാജ്യമാണ് പോർച്ചുഗൽ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ 3/1 മാത്രം വരുന്ന ജനസംഖ്യയുള്ള ഈ രാജ്യത്തെ ഇപ്പോൾ ലോക പ്രശസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഫാത്തിമയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. പോർച്ചുഗലിലെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ യാത്രാ ദൂരത്തിലുള്ള 12,000-ലധികം ആളുകൾ വസിക്കുന്ന ഒരു ചെറു പട്ടണമാണ് ഇത്. ഫാത്തിമയിലെ കോവാദ ഇരിയ എന്ന പ്രദേശത്ത് തദ്ദേശീയരായ 3 കുട്ടികൾക്ക് 1917 മാതാവ് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഈ നഗരം ലോക പ്രശസ്തമായത്. ഫാത്തിമ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീരത്നമാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും ഖദീജയുടെയും ഇളയ മകളാണ് ഫാത്തിമ. ഈ പേരോടുകൂടിയ അറബ് വംശജയായ ഒരു രാജകുമാരിയിൽ നിന്നാണ് ഈ നഗരത്തിന് ആ പേര് ലഭിക്കുന്നത്. AD 1158 അറബികളുമായുള്ള ഒരു യുദ്ധവിജയത്തിനു ശേഷം പോർച്ചുഗീസ് പ്രഭു ഗോൺകാലോ ഹോർമിൻഗസ് ഫാത്തിമ രാജകുമാരിയെ യുദ്ധതടവുകാരിയായി കൊണ്ടുവന്നു. പിന്നീട് അവർ പരസ്പരം സ്നേഹബന്ധത്തിലാവുകയും അവൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ഗോൺകാലോയുടെ ഭാര്യയാവുകയും ചെയ്തു. ഫാത്തിമയുടെ പെട്ടെന്നുള്ള മരണശേഷം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അൽക്കോബാക്കയിലുള്ള സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിൽ ചേരുകയും ഫാത്തിമയുടെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം അവിടെ നിർമ്മിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ ആ പ്രദേശത്തിന് അവളുടെ പേര് ലഭിച്ചു. 1917 മെയ് മാസത്തിലാണ് ഇവിടെയുള്ള 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് മാതാവിന്റെ ദർശനം ലഭിക്കുന്നത്. ജെസീന്തായും ഫ്രാൻസിസ്കോയും അവരുടെ ബന്ധുവായ ലൂസിയായും ഒരുമിച്ച് തങ്ങളുടെ വീടിനടുത്തുള്ള വിജന സ്ഥലങ്ങളിൽ ആടുമേയ്ക്കാൻ പതിവായി പോയിരുന്നു. മാതാവിന്റെ ദർശനം ലഭിക്കുന്നതിനു മുമ്പായി 1916 വസന്തകാലത്ത് ഒരു മാലാഖ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതായും അവകാശപ്പെടുന്നു. സമാധാനത്തിന്റെ മാലാഖ, ഏഞ്ചൽ ഓഫ് പീസ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ മാലാഖ അവരെ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും പരിത്യാഗ പ്രവർത്തനങ്ങൾക്ക് പ്രചോദിപ്പിക്കുകയും ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി സമയം കണ്ടെത്തണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അന്ന് ചൊല്ലിയ ആ പ്രാർത്ഥന ഇന്ന് അനേകായിരങ്ങൾ ഏറ്റുചൊല്ലുന്നു. എൻ്റെ ദൈവമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ വിശ്വസിക്കാത്തവർക്കായി, ആരാധിക്കാത്തവർക്കായി, ആശ്രയിക്കാത്തവർക്കായി, സ്നേഹിക്കാത്തവർക്കായി ഞാൻ അങ്ങയോട് ക്ഷമയാചിക്കുന്നു. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള ദിവസങ്ങളിൽ 6 പ്രാവശ്യം മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാതാവിന്റെ ആദ്യ ദർശനത്തെക്കുറിച്ച് ലൂസി തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശുഭ്രവസ്ത്രധാരിയായ ഒരു കുലീന സ്ത്രീയെ ഞങ്ങൾ ദർശിച്ചു. അവൾ സൂര്യനേക്കാൾ തേജസ്വിനിയും കണ്ണാടിയിൽ പതിച്ചിരിക്കുന്ന വെള്ളത്തുള്ളിയിൽ കൂടി സൂര്യരശ്മികൾ കടന്നു പോകുമ്പോൾ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തേക്കാൾ നൈർമല്യവും ശോഭയുമുള്ളവളായിരുന്നു. മരിയ ദർശന ഫലമായി സകലവിധ ഭയചിന്തകളും അവരിൽ നിന്ന് ഇല്ലാതായി. ലോക സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാതാവ് അവരോട് ആവശ്യപ്പെട്ടു. തങ്ങൾ പറയുന്നത് ആര് വിശ്വസിക്കാൻ സാധ്യത ഇല്ലാത്തതിനാൽ ഇക്കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഇക്കാര്യങ്ങൾ അറിഞ്ഞ ജസീന്തയുടെ അമ്മ ഇതൊരു തമാശയായി കരുതുകയും അയൽക്കാരോട് അത് തമാശ രൂപേണ പങ്കുവെക്കുകയും ചെയ്തു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കഥകൾ മെനഞ്ഞു നടക്കുന്നു എന്നാരോപിച്ച് പ്രാദേശിക അധികാരികൾ കുട്ടികൾ 3 പേരെയും ശകാരിക്കുകയും കുറേ ദിവസം ഒരു ശിക്ഷണ കേന്ദ്രത്തിൽ ആക്കുകയും ചെയ്തു. രണ്ടാമത്തെ ദർശനം ജൂൺ 13-ാം തീയതിയാണ് നടന്നത്. അവരുടെ ഇടവക വികാരിയുടെ ഇടപെടലോടുകൂടിയാണ് അവർക്ക് അവിടേക്കും വീണ്ടും പോകുവാൻ അനുവാദം ലഭിക്കുന്നത്. ഇത്തരുണത്തിൽ ഫ്രാൻസിസ്കോയും ജസീന്തായും അധികം താമസിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നും ലൂസിയ മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി ദീർഘകാലം ജീവിച്ചിരിക്കുമെന്നും മാതാവ് അവർക്ക് വെളിപ്പെടുത്തി. അവാച്യമായ ദൈവിക അനുഭൂതിയിലൂടെ കടന്നുപോകുന്ന അനുഭവമാണ് കുട്ടികൾക്ക് അപ്പോഴുണ്ടായത്. ജൂലൈ മാസം മാതാവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് നരകത്തിലായിരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. 1-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും അതിനേക്കാൾ ഭയാനകമായ ഒന്നിന്റെ ആരംഭവും റഷ്യയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും പ്രചരിക്കുവാൻ പോകുന്നു. നിരീശ്വരവാദവും ഈ ദർശന സമയത്താണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. റഷ്യയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അടുത്ത ദർശനത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്നും മാതാവ് അവരെ അറിയിച്ചു. ഒക്ടോബർ 13-ാം തീയതിയാണ് കുട്ടികൾക്ക് മാതാവ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. അന്ന് വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് വാർത്ത പ്രചരിച്ചതിനനുസരിച്ച് ഏകദേശം 100,000-ഓളം ജനങ്ങൾ ഫാത്തിമയിൽ ഒരുമിച്ചുകൂടി. പിറ്റേ ദിവസത്തെ പത്രവാർത്തയുടെ ചിത്രങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അന്ന് നടന്ന അത്ഭുതത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ സാക്ഷ്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോരിച്ചെരിയുന്ന മഴ പെട്ടെന്ന് നിലയ്ക്കുകയും
എല്ലായിടത്തും വലിയ പ്രകാശം പ്രസരിക്കുകയും ചെയ്തു. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ കരങ്ങളിൽ നിന്ന് വലിയ പ്രകാശം പ്രസരിച്ചതായി കുട്ടികൾ സാക്ഷിക്കുന്നു. അവിടെ കൂടിയ എല്ലാവരുടെയും മഴയിൽ നനഞ്ഞുപോയ വസ്ത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങുകയും വെള്ളം വീണ് ചെളി നിറഞ്ഞ ഭൂമിയുടെ പ്രതലം വരണ്ടുണങ്ങിയതായും തീരുകയും ചെയ്തു. അന്ന് അവിടെ കൂടിയ പത്രപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും സൂര്യൻ നിറം മാറുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന ഈ പ്രതിഭാസം വ്യത്യസ്തമായ രീതിയിലാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മാതാവിന്റെ ദർശനം കുട്ടികൾക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഈ അത്ഭുതം സൂര്യപ്രതിഭാസം മിറാക്കിൾ ഓഫ് ദ സൺ, ഫാത്തിമയിലെ അത്ഭുതം ദ മിറാക്കിൾ ഓഫ് ഫാത്തിമ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫാദർ ജോൺ ദി മാർച്ചി എന്ന ഇറ്റാലിയൻ വൈദികൻ 1943 മുതൽ 7 വർഷത്തോളം ഫാത്തിമയിൽ താമസിച്ചു. ഈ സംഭവത്തിന് സാക്ഷികളായ 100 കണക്കിന് ആളുകളെ നേരിൽ കാണുകയും ഒരു ഗവേഷണ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമയിൽ നടക്കുമെന്ന് പറയപ്പെടുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിവുമില്ലായിരുന്ന പോർച്ചുഗീസ് കവി അഫോൻസോ ലോപ്പസ് വൈറ ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മോഹിനിയായ ഒരു കൗതുക ദൃശ്യത്തിനാണ് അന്ന് ആകാശത്തിലേക്ക് നോക്കിയ എനിക്ക് സാക്ഷിയാകേണ്ടി വന്നത്. ഒക്ടോബർ 13-ാം തീയതി കുട്ടികളുടെ പ്രവചനങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ഈ അത്ഭുതത്തിന് സാക്ഷിയാകേണ്ടി വന്നു. ഫാത്തിമയിൽ മാതാവ് നൽകിയ ദർശനങ്ങൾ പൊതുസമൂഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായതിൻ്റെ കാരണം 3 ഫാത്തിമ രഹസ്യങ്ങളാണ്. 3 സീക്രട്ട് ഓഫ് ഫാത്തിമ. ജൂലൈ 13-ാം തീയതി ദർശനത്തിലാണ് ഇത് നൽകപ്പെട്ടത്. 1941 ലായിറായിലെ ബിഷപ്പ് ഹോസെ ആൽവിസിന്റെ അഭ്യർത്ഥനയനുസരിച്ച് സിസ്റ്റർ ലൂസി അത് വെളിപ്പെടുത്തുന്നത്. ഉടനൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന അഭ്യർത്ഥനയുമായി 1943 മുദ്രവെച്ച കവറിൽ 3-ാമത്തെ രഹസ്യം എഴുതി നൽകുകയായിരുന്നു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ആ രഹസ്യവും 2000 വെളിപ്പെടുത്തുകയുണ്ടായി. 1-ാമത്തെ രഹസ്യത്തിലുണ്ടായിരുന്നത് നരകത്തെക്കുറിച്ച് മാതാവ് കുട്ടികൾക്ക് വെളിപ്പെടുത്തിയതാണ്. 2-ാമത്തെ രഹസ്യത്തിൽ 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുമായിരുന്നു. 3-ാമത്തെ രഹസ്യത്തിന്റെ ഉള്ളടക്കം 20-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ പീഡനങ്ങളെക്കുറിച്ചും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയ്ക്കെതിരെ 1981 മെയ് 13-ാം തീയതിയുണ്ടായ വധശ്രമത്തെക്കുറിച്ചുള്ള സൂചനകളുമുണ്ടായിരുന്നു. 2000 ജൂൺ 26-ാം തീയതി അന്നത്തെ വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ജോസ് സ്റ്റാറ്റ്സിംഗറിന്റെ ഒരു ദൈവശാസ്ത്ര വിശദീകരണത്തോടു കൂടിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിൽ അദ്ദേഹം വിശദമായി പറയുന്നത് ഇത്തരം രഹസ്യങ്ങൾ ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കാൾ മാനസാന്തരത്തിനും രക്ഷയ്ക്കുള്ള വഴികളായിട്ടാണ് കാണുക എന്നതാണ്. ഫാത്തിമ വളരെ പെട്ടെന്ന് തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയെങ്കിലും സഭയുടെ ഔദ്യോഗിക അംഗീകാരം 1930 മാത്രമാണ് ലഭിക്കുന്നത്. ഏകദേശം 20 ലക്ഷത്തോളം ജനങ്ങൾ തീർത്ഥാടകരായി ആദ്യ 10 വർഷത്തിനകം തന്നെ അവിടെ എത്തിയിരുന്നു. അന്ന് സഭ ഇതിനെ എതിർക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. ആദ്യകാലങ്ങളിൽ പരിശുദ്ധ ജപമാലയുടെ ഫാത്തിമ മാതാവ് അവർ ലേഡി ഓഫ് ദ ഹോളി റോസറി ഓഫ് ഫാത്തിമ എന്ന പേരിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം അറിയപ്പെട്ടിരുന്നത്. ഇന്ന് പ്രധാന ബസിലിക്ക കൂടാതെ ധാരാളം ചാപ്പലുകളും ധ്യാനകേന്ദ്രങ്ങളും രോഗി ശുശ്രൂഷ ഭവനങ്ങളുമൊക്കെയായി വളരെ ബൃഹത്തായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ 100-ാം വാർഷിക ആചരണത്തിനായി 2017 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിൽ മാത്രം 10 ലക്ഷത്തോളം വിശ്വാസികൾ തീർത്ഥാടകരായി ഇവിടെ എത്തി. ഈ അടുത്ത കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഫാത്തിമയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ഇപ്പോൾ ഓരോ വർഷവും ഏകദേശം 60 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇവിടെ എത്തുന്നതായി കരുതപ്പെടുന്നു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഫാത്തിമ മാതാവിന്റെ വലിയ ഭക്തനായിരുന്നു. 1981 മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനത്തിലായിരുന്നു തുർക്കിക്കാരനായ മെഹമ്മദ് അലി അഗ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിശ്വാസികളെ അനുഗ്രഹിക്കാനെത്തിയ മാർപ്പാപ്പയ്ക്ക് നേരെ അടുത്തു നിന്നെറിയൊഴിച്ചത്. മാർപ്പാപ്പയുടെ ഉദരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ട ഹൃദയത്തിൽ സ്പർശിക്കാതെ നിന്നു. ഒരമ്മയുടെ കരമാണ് വെടിയുണ്ടയുടെ പാത നിയന്ത്രിച്ചത് എന്നായിരുന്നു അതിനെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ പ്രതികരണം. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ജോൺ പോൾ 2-ാമൻ പുത്രതുല്യ സ്നേഹത്തോടെയാണ് ഫാത്തിമ മാതാവിനെ സമീപിച്ചത്. അതിനുശേഷം 3 പ്രാവശ്യമാണ് മാർപ്പാപ്പ ഫാത്തിമയിൽ സന്ദർശനം നടത്തിയത്. മാതാവിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി ജോൺ പോൾ 2-ാമൻ തന്റെ ശരീരത്തിൽ തുളച്ചു കയറിയ ആ വെടിയുണ്ട ഫാത്തിമ മാതാവിന്റെ കിരീടത്തിൽ സമർപ്പിക്കുകയുണ്ടായി. 1984 മാർച്ച് 25-ാം തീയതി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വെച്ച് തന്നെ
റഷ്യയെയും ലോകത്തെ മുഴുവനായും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും കമ്മ്യൂണിസം തന്നെ ഇല്ലാതെയായി. ഇന്ന് ഫാത്തിമയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് ജോൺ പോൾ രണ്ടാമൻ്റെ രാജ്യമായ പോളണ്ടിൽ നിന്നാണ്. ഫാത്തിമ മാതാവ് ദർശന സമയത്ത് വെളിപ്പെടുത്തിയതുപോലെ ഫ്രാൻസിസ്കോയും ജസീന്തായും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു. 1918 യൂറോപ്പിലാകമാനം പടർന്നു പിടിച്ച പകർച്ചപ്പനി ഇരുവരെയും ബാധിച്ചു. ഫ്രാൻസിസ്കോ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ വളരെയധികം ആനന്ദം അനുഭവിച്ചിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശുവിനോട് മാപ്പപേക്ഷിക്കുക ആയിരുന്നു അവൻ്റെ പ്രധാന പ്രാർത്ഥനാ നിയോഗം. 1919 ഏപ്രിൽ 4 തൻ്റെ 10ാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ്കോ അന്തരിച്ചത്. നരകത്തിൻ്റെ ഭീകരത ദർശിച്ച ജസീന്ത പാപികളുടെ മാനസാന്തരത്തിനായി പരിത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. 1920 ഫെബ്രുവരി 20 തൻ്റെ 9ാമത്തെ വയസ്സിലാണ് ജസീന്ത തൻ്റെ സമ്മാനത്തിനായി പോയത്. 2017 മെയ് 13 ഫാത്തിമ ദർശനത്തിൻ്റെ 100ാം വാർഷിക സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ്കോയും ജസീന്തയും ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി ഫാത്തിമയിൽ വെച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അന്ന് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ഈ ഇടയ കുഞ്ഞുങ്ങളോട് മാതാവ് ചോദിച്ച ചോദ്യം നമ്മോട് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അവരെപ്പോലെ നമുക്കും അതേ എന്ന് ഉത്തരം നൽകി ദൈവത്തെ പിൻചെല്ലാൻ ശ്രമിക്കാം. 97 വയസ്സുവരെ നീണ്ട സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു ലൂസിയായുടേത്. തൻ്റെ 14ാമത്തെ വയസ്സിൽ അവൾ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു കന്യാസ്ത്രീയായി ജീവിക്കുവാൻ വിട്ടുകൊടുത്തു. ആദ്യം സ്പെയിനിലായിരുന്നുവെങ്കിലും 1949 മുതൽ ഒരു കർമ്മലിത്ത സന്യാസിനിയായി പോർച്ചുഗലിലെ കോയിംബ്ര എന്ന സ്ഥലത്തെ കോൺവെന്റിൽ ജീവിച്ചു. യേശുവിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും മരിയ ലൂസിയ എന്നാണവർ അറിയപ്പെട്ടത്. പോൾ 6ാമൻ മാർപ്പാപ്പയും ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയും ഫാത്തിമ സന്ദർശിച്ച വേളകളിലെല്ലാം സിസ്റ്റർ ലൂസിയയും അവിടെ സന്നിഹിതരായിരുന്നു. ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ച് 6 പുസ്തകങ്ങൾ സിസ്റ്റർ ലൂസിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2005 ഫെബ്രുവരി 13 സിസ്റ്റർ ലൂസിയ അന്തരിച്ചത്. സിസ്റ്റർ ലൂസിയയുടെ ആദരവ് പ്രകടിപ്പിക്കുവാൻ അന്നേ ദിവസം പോർച്ചുഗൽ മുഴുവൻ വിലാപ ദിനമായാണ് ആചരിച്ചത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെയും വിശുദ്ധ മദർ തെരേസയുടെയും നാമകരണ നടപടികളിൽ ഉണ്ടായതുപോലെ ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പ സിസ്റ്റർ ലൂസിയയുടെ നാമകരണ നടപടികളുടെ കാര്യത്തിലും മരണത്തിന് ശേഷം 5 വർഷം കാത്തിരിക്കണമെന്ന നിബന്ധന എടുത്തുകളഞ്ഞു. 2017 ഫെബ്രുവരി 13 വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ നടപടിയായി സിസ്റ്റർ ലൂസിയയെ ദൈവദാസിയായി സഭ പ്രഖ്യാപിച്ചു. ഫാത്തിമ മാതാവിൻ്റെ ദർശനത്തിനോടനുബന്ധിച്ച് ലഭിച്ച പല പ്രാർത്ഥനകളും വലിയ അനുഗ്രഹദായങ്ങളാണ്. അവയിൽ മിക്കതും നാം ദിവസേന ചെല്ലാറുണ്ട്. അതിലൊരു പ്രാർത്ഥന ഇവിടെ കുറിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ ആഴമായി ആരാധിക്കുന്നു. ലോകത്തുള്ള എല്ലാ സക്രാരികളിലും സന്നിഹിതരായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും ദൈവാത്മാവും ദൈവത്വവും നേരിടുന്ന എല്ലാ വേദനകൾക്കും ദൈവദൂഷണങ്ങൾക്കും അലംഭാവത്തിനും പരിഹാരമായി എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ യോഗ്യതയാലും മറിയത്തിൻ്റെ വിമല ഹൃദയത്താലും പരമപാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥനാപൂർവം യാചിക്കുന്നു. ലേഖനം ഫാദർ മാത്യു ചാർത്താക്കുഴിയിൽ.